ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ ഞാനും പോയി നമ്മുടെ സ്വന്തം കോഴിക്കോട്ടെ ലുലു മാളിലേക്ക്. അപ്പോൾ കുറേ കാലമായി ഇത് തുറക്കാനുള്ള ആ ഒരു ആകാംക്ഷയിൽ അങ്ങനെ ഇത് തുറന്ന് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 11:30 ടൈമിലാണ് എത്തിയത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. 11:30 ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇത്രയും ടൈമായപ്പോഴേക്കും ആളുകളൊക്കെ ഒരുവിധം അത്രയും ആളുകൾ തന്നെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റത്തെ ഫ്ലോറാണ് കേട്ടോ ഈ കാണുന്നതാണ്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഇതിൻ്റെ അടിയിലേക്ക് പാർക്കിങ്ങിൻ്റെ ഒരു ഇതുണ്ട്. ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ. പിന്നെ ഇവിടെ നിന്നാണ് മേലോട്ടേക്കുള്ള 2 എസ്കലേറ്റർ ഉണ്ട്, അതുപോലെ ലിഫ്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ഏറ്റവും നമ്മൾ കാത്തിരുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റ്. അപ്പം അതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി സംഭവം തന്നെയാണ്. നിങ്ങൾ ശരിക്കും ഇതിവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെയാണ് കേട്ടോ. ഞാൻ ലുലു മാൾ കണ്ടത് ഞാൻ സൗദിയിൽ നിന്നാണ് കേട്ടോ ആകെ കണ്ടിട്ടുള്ളൂ. ഞാൻ എറണാകുളം ലുലു മാൾ ഇവിടെ നമ്മൾ കൊച്ചിയിലാവുന്ന ഞാൻ പോയി കണ്ടിട്ടില്ല. ഞാൻ സൗദി പോയ സമയത്ത് ലുലു മാൾ കണ്ടിട്ടുണ്ട്. എനിക്ക് അതേ ഒരു ഫീൽ തന്നെയാണ് കിട്ടിയത്. മെയിൻ എൻട്രൻസിൽ തന്നെയാണ് ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കാണാം. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. എല്ലാ സാധനത്തിനും, ഒട്ടുമിക്ക സാധനത്തിനും ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. 55%, 50%, 25% അങ്ങനെ പറഞ്ഞാണ്ട് ഒരുപാട് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ സാധനവും ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ കാണാത്ത ഒരുപാട് സാധനങ്ങളും ഉണ്ട്. എല്ലാം ഇരുന്നിങ്ങനെ നോക്കി പോകാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നമുക്കിങ്ങനെ അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചത് കാണാനും അതുപോലെ തന്നെ അടിപൊളിയാണ്. എനിക്ക് ഈ ലുലു മാളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുഡിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ. നമ്മൾ കാണാത്തതും നിങ്ങൾ ഇനി കഴിച്ചിടാൻ കണ്ടുകഴിഞ്ഞാൽ എനിക്കല്ല, ഞാൻ കാണാത്തതും കഴിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ലുലു മാളിലേക്ക് വണ്ടിയും കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലമുണ്ട്. നല്ല അടിപൊളി പാർക്കിംഗ് തന്നെയാണ്. അത്രയും നിരന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് കുറച്ച് ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് നടന്നെത്താൻ കുറച്ച് ടാസ്ക്കാണ്. എന്നാലും അവർ നമുക്ക് ഷെഡൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പാക്കി തന്നിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, അപാര വെയിലായിരുന്നു കേട്ടോ. ആ 11:30 ടൈം ആയപ്പോൾ തന്നെ. പിന്നെ നമ്മൾ ഈ എൻട്രൻസ് ലുലു മാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. സോപ്പ്, അതുപോലെ കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ്, ബാത്റൂമിലേക്ക് വേണ്ട ഐറ്റംസ്, സ്പ്രേ, പിന്നെ ഒരു ബേബിക്ക് വേണ്ട ഐറ്റംസ്. നമുക്ക് ഈ ഒരു സെക്ഷൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു ബേബിക്ക് നമുക്ക് എന്തൊക്കെ വാങ്ങണം അതൊക്കെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ എല്ലാം അവരിങ്ങനെ എല്ലാ A to Z കാര്യങ്ങൾ അവർ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചതുകൊണ്ട് നമുക്ക് എന്തും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു സൈഡിൽ അങ്ങനത്തെ, പിന്നെ കിച്ചണിലേക്ക് വേണ്ട മോപ്പ്, ബക്കറ്റ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ പെറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ളത് തന്നെ ആയിട്ട് ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട് കേട്ടോ. ഈ പെറ്റുള്ളവർക്ക് അവർക്ക് കൊടുക്കാനുള്ള ഫീഡ് ചെയ്യാനുള്ള ഐറ്റംസ് തന്നെ ആയിട്ട് ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. ഈ ഒരു സെക്ഷൻ എനിക്ക് ഒരുപാട്
ഒരുപാട് ഇഷ്ടമായിട്ടോ. നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ബാഗ്, ബോക്സ് അങ്ങനത്തെ ഐറ്റംസ് ഉള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. എല്ലാ സംഗതികളും ഉണ്ട് നമുക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള. ഇത് പിന്നെ സ്ലൈമാണ് കേട്ടോ. നമുക്ക് കളർ പാലറ്റുകൾ കണ്ടോ, എന്ത് ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഓരോ ഇതുണ്ട്. എല്ലാ ടൈപ്പ് ബ്രഷുകൾ, കളേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കുട്ടികളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവരെ ഇവിടുന്ന് കൊണ്ടുപോവുക കുറച്ച് പണിയുള്ള കാര്യമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ബോക്സുകളുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തീമിലുള്ള ഇങ്ങനത്തെ സെറ്റുകളുണ്ട്. എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്കിങ്ങനെ നോക്കിയിരുന്ന് പോവാം. നല്ല രസമുള്ള സംഭവം. നമ്മൾ കാണാത്ത പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇറേസറുകളുണ്ട്. ഇപ്പം അങ്ങനത്തെ പല മോഡൽ ഇറങ്ങുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കുറേ സെക്ഷൻസ് ഉണ്ട്. ഈ ബോക്സൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. ഇതൊരു ഇറേസറാണ് കേട്ടോ, നല്ല ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഷാർപ്നർ, അതുപോലെ ഇറേസർ അങ്ങനത്തേതാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് പണ്ടത്തെ ഈ കോയിൻസ്, ഓരോ രാജ്യത്തെ കോയിൻസ് അതുപോലെ കറൻസി ഒക്കെയാണ് കേട്ടോ. റിയൽ ആണോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഫാബ്രിക്, വാട്ടർ പെയിൻറ്റിങ്, അങ്ങനെ എല്ലാ ഇതുണ്ട്. ഇനി നമ്മൾ ചെറിയ കുഞ്ഞു മക്കൾക്ക് ബുക്സാണ്, നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും സ്റ്റോറി ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അതും ഉണ്ട് കേട്ടോ. എല്ലാം എന്താ ഇപ്പോൾ ഇല്ലാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ A to Z കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണുന്ന ഇപ്പം മീഷോന്ന് ആമസോണിന്നൊക്കെ ഓർഡർ ചെയ്യുന്ന ടൈപ്പ് ലഞ്ച് ബോക്സ് ഇല്ലേ, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ നല്ല വൈറലായിട്ടുള്ള ആ ഒരു ലഞ്ച് ബോക്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ ആമസോണിലൊക്കെ വാങ്ങുന്ന ആ ഒരു റേറ്റിലും കാര്യത്തിലൊക്കെ തന്നെയാണ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പാർട്ടിക്ക് ആവശ്യമുള്ള എല്ലാ സംഗതികളുള്ളൊരു സെക്ഷനാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മണി ബാങ്കാണ്. നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നില്ലേ, എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഓഫറുണ്ട്. 200 സംതിങ്ങിൻ്റെ 149 രൂപക്കൊക്കെയാണ് ഈ ഒരു മണി ബാങ്ക് ഉള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ലുലു മാളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലാണ് കേട്ടോ, എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് ഫുഡ് അല്ലാത്ത ബാക്കി എല്ലാ ഐറ്റംസും കിട്ടുക. ഈ ഒരു റൈറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് അല്ലാത്ത ബാക്കി വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ ആ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. അവിടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, സ്റ്റേഷനറി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയാണ്. പിന്നെ ലാസ്റ്റ് ഈ റൈറ്റ് സൈഡിൻ്റെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ ഓഫേഴ്സ് ഇട്ടാണ്ട് കുറേ മാറ്റ്, നമ്മളെ ബ്ലാങ്കറ്റ്, ഇങ്ങനത്തെ മാറ്റ് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മാറ്റിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. ഈ ഒരു ഇതിന് 399 റുപ്യാണ്. നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല വലിയ മാറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൻ്റെ എൻഡിലേക്ക് വരുമ്പോഴാണ് നമ്മളെ വീട്ടിലേക്കുള്ള പാത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ, ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഒരു സ്റ്റോറേജ് ബോക്സിൻ്റെ സെക്ഷനാണ്. ഫസ്റ്റിൽ നമുക്ക് കയറുമ്പോൾ കാണാം ബക്കറ്റ്, അതുപോലെ ഒരുപാട് ഇത് നമ്മളിങ്ങനത്തെ സ്റ്റോറേജ് ബോക്സ് നമ്മളിങ്ങനെ ആമസോണിൽ മീഷോയിലൊക്കെ കാണാനില്ലേ, ആ ഒരു സംഭവം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ ഇവർ വെച്ചിട്ടുള്ള ഓരോ പാത്രവും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ കണ്ടില്ല, നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നത്. അതുപോലെ ഇതൊക്കെ ഫ്ലാസ്കുകളാണ്, അതും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഫുൾ പ്ലേറ്റാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലേറ്റ് ഉണ്ട്. ഇതുപോലത്തെ നല്ല ഡിസൈന്, സിമ്പിൾ ഡിസൈൻ ഉള്ളത്, ബ്ലാക്ക്, അതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള, അങ്ങനെ ഒരുപാട് സംഗതികൾ. ഇതൊരു പ്ലേറ്റിൻ്റെ തന്നെ ഒരു സെക്ഷനാണ്. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ഓരോന്നിൻ്റെ
റേറ്റിൽ അങ്ങനെ വാങ്ങാം. ഒന്നായിട്ടുള്ള ഇതാ ഇങ്ങനെയും ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിൻ്റെ അങ്ങനത്തെ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത സൈഡിലേക്ക് വരുമ്പോഴാണ് ഈ മീറ്റിൻ്റെ സെക്ഷൻ കേട്ടോ. ഇത് നമ്മുടെ മട്ടൻ്റെ ഏരിയയാണ്. മട്ടൻ്റെ എല്ലാ പാർട്ടും ഫുൾ മട്ടൻ ഉണ്ട്. പിന്നെ മട്ടൻ്റെ തന്നെ പല ടൈപ്പാക്കി അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ബീഫ് ഉണ്ട്. അതുപോലെ പിന്നെ ഇത് ഫിഷാണ് കേട്ടോ. ഇത് നമ്മൾ കാണാത്ത ഒരുപാട് ഫിഷുകളുണ്ട്. പിന്നെ ഈ സാൽമൺ ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസിലൊക്കെ ഈ അച്ചയ്ക്ക് കഴിക്കുന്ന ആ ഒരു മീനില്ലേ, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ നോക്കിയിരിക്കാനും കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതാ ആ ഒരു ഓറഞ്ച് കളറുള്ളതാണ് ഞാൻ പറഞ്ഞ സാൽമൺ ഫിഷ്. പിന്നെ അതുപോലെ നമ്മുടെ ഉണക്കമീനുണ്ട്. എല്ലാ മീനിൻ്റെയും ഉണക്കമീൻ വേർഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ മീനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതിൽ തന്നെ നമ്മൾ കായം തേച്ച മീനുകളും ഉണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു മീറ്റിൻ്റെ സെക്ഷനിലാണ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇവിടെ തന്നെയാണ് വെച്ചത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും കേട്ടോ. ഇതാണ് ചിക്കൻ്റെ സെക്ഷൻ. ചിക്കൻ്റെ തന്നെ അവർ ഒരു ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതുണ്ട്. ഇത് കണ്ടില്ലേ, ബീഫിൻ്റെത് നമ്മുടെ ബർഗറിന് വേണ്ടിയിട്ടുള്ള ആ പാറ്റി ഉണ്ട്. അതുപോലെ കബാബിന് അവരൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് വരെ ഉണ്ട് ഈ ഒരു മീറ്റിൻ്റെ. പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ആ മീറ്റ് ഇങ്ങനെ ന്യൂഡിൽസ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഇതില്ലേ, എല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇതൊക്കെ ഇരുന്ന് കാണാൻ. പിന്നെ നമ്മളെ ഈ പുഴയിൽ നിന്ന് തോട്ടുന്നാണ് പുഴയിൽ നിന്നൊക്കെ പിടിക്കുന്ന പള്ളോത്തി പറഞ്ഞ മീൻ, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മീനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ അക്വേറിയത്തിലേക്കുള്ള മീനുകളാണ് കേട്ടോ. നല്ല രസമുണ്ട്. എല്ലാ കളേഴ്സിലും അവരിങ്ങനെ വെച്ച് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇനി ഈ ഒരു മീറ്റിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞാണ്, അതായത് നമ്മളിപ്പോൾ ഈ ലുലു മാളിൻ്റെ ലെഫ്റ്റിലാണ് കേട്ടോ നമ്മുടെ ഫുഡ് ഐറ്റംസ്, ബേക്കറി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉള്ളത്. അതായത് എൻട്രൻസിൻ്റെ അവിടുന്ന് ഏറ്റവും ലാസ്റ്റിലോട്ട് ലെഫ്റ്റിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് ഈ ഐറ്റംസ് ഉള്ളത്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്കുകളാണ് കേട്ടോ ഇത്. പിന്നെ ഇങ്ങനത്തേത് നമ്മുടെ ഡ്രീം കേക്ക്, അതുപോലെ ചീസ് കേക്ക്, പിന്നെ ഈ മാക്രോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ മാക്രോൺസ്. പിന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേസ്ട്രീസ് ഉണ്ട് കേട്ടോ, നമ്മളിതുവരെ കാണാത്ത നല്ല അടിപൊളി തന്നെ ലുക്കിലുള്ള പേസ്ട്രീസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസിന് ഓഫറും ഉണ്ട് കേട്ടോ. കേക്ക്, ഡോണറ്റ്സ്, ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ. അതിൽ 2 സാധനങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ആ ഒരു എന്താ ഇപ്പോൾ പേര്, കിവി ഡാനിഷ്
ഹോം മെയ്ഡ് അങ്ങനത്തെ ആ ഒരു പേരുള്ള നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഈ ഡോണറ്റ് അതുപോലെ ഒരുപാട് കേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമുക്ക് എന്താ പറയുക ഇതുപോലെ ഡോണറ്റ് ഉണ്ട്. പിന്നെ ബേക്കറിയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അങ്ങനത്തെ പപ്സ്, ചിക്കൻ റോൾ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ മാക്രോൺസൊക്കെ ഇങ്ങനെ ലൂസായും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ അറബിക് ഡെസേർട്ടാണ് കേട്ടോ. ഒരുപാട് വ്യത്യസ്ത ഇതൊന്നും ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല. ഇതിൽ 2-3 കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ നമ്മൾ കാണാത്തതായിട്ടുള്ള ഒരുപാടുണ്ട്. പിന്നെ നമ്മളെ സാധാ നമ്മുടെ കേരളത്തിലുള്ള സാധാ ഇതുപോലെ മിക്സർ അതുപോലെ ചിപ്സ് അങ്ങനത്തെ നുറുക്ക് അങ്ങനെ 6 നമ്പർ അങ്ങനത്തെ ഒക്കെ ഒരുപാട് സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഗൾഫാരുടെ കുബൂസ് ഉണ്ട് കേട്ടോ, റിയലായിട്ടുള്ള കുബൂസ്. ഇത് പിന്നെ ഹണി കേക്ക് അങ്ങനത്തെ ആ ഒരു സെക്ഷനാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്ത് പോവുകയെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു ചമ്മലാണെങ്കിലും പക്ഷേ നിങ്ങളും കണ്ടോട്ടെ, നിങ്ങൾക്ക് ഇനി വരുമ്പോൾ ഇത് ഉപകാരമാവുമല്ലോ. ഏത് ഭാഗത്താണ് ഇതൊക്കെ ഉള്ളത് എന്ന് അറിയുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ പോയി വാങ്ങാമല്ലോ. പിന്നെ അതുപോലെ ഇതുപോലെ സാലഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിങ്ങനെ അതിനനുസരിച്ച് മിക്സ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ട്. പിന്നെ ഇതുപോലെ ജ്യൂസ് ഐറ്റംസും കുറേ ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ലുലു മാളിൽ പോവുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ മസ്റ്റായിട്ട് പോയി ഒന്ന് ട്രൈ ചെയ്യണേ. അത്യാവശ്യം നല്ല റേറ്റ് കുറവുമാണ്, അടിപൊളി സാലഡുമാണ് കേട്ടോ. ഒക്കെ നല്ല സ്പൈസ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പുള്ള സാലഡ്സാണ്. ഹമ്മൂസ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ അതുണ്ട്. പിന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അച്ചാറുണ്ട്. പിന്നെ ഇതൊക്കെ ഉപ്പിലിട്ടതാണ് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വെള്ളം പൊടിയും. പിന്നെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഇതൊക്കെ സാലഡാണ് കേട്ടോ. ചിക്കൻ ഓർ സാലഡ് അങ്ങനെയൊക്കെ നല്ല നമുക്കിങ്ങനെ റെഡി ടു ഈറ്റ് അങ്ങനത്തെ ആ ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫുഡിൻ്റെ ഐറ്റംസ് വെജും നോൺ വെജും അവർ സെപ്പറേറ്റ് ആക്കി തന്നെയാണ് കേട്ടോ വെച്ചത്. മന്തി, ബിരിയാണി, ഫ്രൈഡ് റൈസ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. പിന്നെ നമുക്ക് ഫ്രോസൺ ആയിട്ട് വരുമ്പോൾ അതും ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ സാധനങ്ങളും ഫ്രോസൺ ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ബിസ്ക്കറ്റിൻ്റെ ആയിട്ട് ഇത് ബിസ്ക്കറ്റിനൊക്കെ നല്ലോണം ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫ്രോസൺ കാര്യങ്ങൾ, നഗറ്റ്സ്, ചിക്കൻ റോള്, ഈ നമ്മുടെ ചിക്കൻ മോമോസൊക്കെ നല്ല ഉണ്ട്. നമുക്ക് വരുന്ന വാങ്ങാം, വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കുക, അത്രേ പണിയുള്ളൂ. എല്ലാ സംഗതികളും A to Z കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ.
പിന്നെ ഈ ലുലു മാളിൻ്റെ നടുവിലായിട്ടാണ് കേട്ടോ വെജിറ്റബിൾ, ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉള്ളത്. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ ഒരുവിധമൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും ഒരുവിധം കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ബില്ല് പേ ചെയ്യാൻ 15ഓളം കൗണ്ടർ ഉണ്ട്. അതുപോലെ 2 സെൽഫായിട്ട് നമുക്ക് ബിൽ പേ ചെയ്യുന്ന കൗണ്ടറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ബില്ലൊക്കെ പേ ചെയ്ത് തരാം. പിന്നെ ക്യാരി ബാഗ് കൊണ്ടുവരാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ക്യാരി ബാഗിന് എല്ലായിടത്തും പോലെ തന്നെ 18 രൂപ നമ്മൾ ഫീ ഇതടയ്ക്കണം, ബില്ല് പേ ചെയ്യണം. എന്നാലേ നമുക്കൊരു ക്യാരി ബാഗ് കിട്ടുള്ളൂ. 18 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ലുലു മാളിലേക്ക് മാക്സിമം വരികയാണെങ്കിൽ കവറ് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 18 രൂപ കൊടുത്ത് നമ്മളൊരു കവറ് വീണ്ടും അവിടെ നിന്ന് തന്നെ വാങ്ങേണ്ടി വരും. എനിക്ക് ആ ഒരു കാര്യത്തിനോട് എനിക്ക് അത്ര ഒരു ഇതില്ല. കാരണം നമ്മൾ ഇത്രയും സാധനം വാങ്ങിയിട്ട് ഒരു 18 രൂപ കൊടുത്ത് പിന്നെ അവിടുന്ന് കവറ് വാങ്ങാം. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ റേറ്റ് കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കവർ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ലുലു മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. വേറെയും പല ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. പിന്നെ അതിന് ശേഷം മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലുലു ഫാഷനും അതുപോലെ ലുലു കണക്റ്റൊക്കെ ഉള്ളത്. പിന്നെ ഒട്ടുമിക്ക ബ്രാൻഡിൻ്റെ ഷോപ്പും ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ മെയിനായിട്ട് ഫുഡ് കോർട്ടാണുള്ളത്. അതുപോലെ കുറേ നമുക്ക് ഷോപ്പുകളുണ്ട് ഫുഡ് വാങ്ങാൻ പറ്റും. ചിക്കൻ, KFC, പിസ്സ ഹട്ട്, അങ്ങനെ ഫലൂദ നേഷൻ, അങ്ങനെ ഒരുപാട് ഫുഡിൻ്റെ ഷോപ്പുകളുമുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണ് മെയിനായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ളത്. അതുപോലെ ലുലു ഫാഷൻ നല്ല അടിപൊളി തന്നെയാണ്. നമുക്ക് ഒരു മെൻസിനും കിഡ്സിനും വുമൻസിനും വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ ഫാൻസി ഐറ്റംസ്, അതുപോലെ ലുലു കണക്റ്റൊക്കെ നല്ല അടിപൊളിയാണ്. ലുലു കണക്റ്റൊക്കെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നല്ല അടിപൊളി തന്നെയാണ് സംഭവം. നല്ല ഉഷാറാണ്. എല്ലാവരും പിന്നെ പോയി കാണുമല്ലോ. നമ്മൾ കോഴിക്കോട്ടിൽ വന്നാൽ പിന്നെ നമ്മൾ കാണാതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളും പോകുമ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ച് വാങ്ങുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഈ കുഞ്ഞു ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ലുലു മാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും പോയി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്, അസ്സലാമു അലൈക്കും.